ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സ്വാഗതം. ഉദ്ധവ ഉപദേശം ഭാഗവതധർമ്മം ഭാഗം 4 എല്ലാവരെയും എല്ലാ സജ്ജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഭഗവാനെ ഭജിക്കാത്തവരുടെ ഗതി എന്താണെന്നാണ് നിമി മഹാരാജാവിൻ്റെ അടുത്ത ചോദ്യം. ചമസ യോഗീശ്വരനാണ് രാജാവിനോട് മറുപടി പറയുന്നത്. വിരാടസ്വരൂപനായ ഭഗവാന്റെ മുഖത്തിൽ നിന്ന് ബ്രാഹ്മണരും, കൈകളിൽ നിന്ന് ക്ഷത്രിയരും, തുടകളിൽ നിന്ന് വൈശ്യരും, കാലടികളിൽ നിന്ന് ശൂദ്രരും ഉണ്ടായി. വിരാട് പുരുഷന്റെ തന്നെ ഹൃദയത്തിൽ നിന്ന് ബ്രഹ്മചര്യവും, അരക്കെട്ടിൽ നിന്ന് ഗൃഹസ്ഥാശ്രമവും, മാറിടത്തിൽ നിന്ന് വാനപ്രസ്ഥവും, ശിരസിൽ നിന്ന് സന്യാസാശ്രമവും ഉണ്ടായി. 4 വർണ്ണങ്ങളിലും ആശ്രമങ്ങളിലും പെട്ടവരുടെ ധർമ്മങ്ങളും അതിൽ നിന്നും ഉണ്ടായി. ഈ വർണ്ണങ്ങളിലും ആശ്രമങ്ങളിലും പെട്ടവർ തങ്ങളുടെ ഉൽപ്പത്തിക്ക് ആശ്രയമായ ഭഗവാനെ സ്വന്തം വർണ്ണാശ്രമധർമ്മങ്ങൾ കൊണ്ട് ആരാധിക്കുന്നില്ല എങ്കിൽ അതാതു വർണ്ണങ്ങളിൽ നിന്നും ആശ്രമങ്ങളിൽ നിന്നും ഭ്രഷ്ടരായി അധപതിക്കും. തമോ ഗുണപ്രധാനികളായതിനാൽ ഉപനയനം, വേദപഠനം ഇവയ്ക്ക് അർഹതയില്ലാത്തതുകൊണ്ട് ശ്രേയസ് എന്തെന്നറിയാതെ ജീവിക്കുന്നവരാണ് സ്ത്രീകളും ശൂദ്രന്മാരും. അങ്ങനെയുള്ള പാവങ്ങളിൽ ദയ തോന്നി അവർക്ക് ഈശ്വര ഭജനത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുകയും ഈശ്വരനെ ആരാധിക്കുവാനുള്ള ആ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയുമാണ് അങ്ങേപോലെയുള്ളവർ ചെയ്യേണ്ടത്. വേദം പഠിക്കാനും ഉപനയനാദി സംസ്കാരങ്ങൾക്കും അർഹത ഉണ്ടായിട്ടുകൂടി ഭക്തിയെ നിഷേധിച്ച് വേദത്തിലെ കർമ്മങ്ങളെ ഫലകാംക്ഷയോടുകൂടി അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവരും വൈദിക കർമ്മങ്ങൾ ചെയ്ത് സ്വർഗലോക സുഖങ്ങളെ സമ്പാദിക്കലാണ് തങ്ങളുടെ ജീവിത ലക്ഷ്യമെന്ന് ദൃഢമായി വിശ്വസിച്ചിരിക്കുന്നവരുമായ കർമ്മഠജന്മാരെ ആരു വിചാരിച്ചാലും നേരെയാക്കാൻ കഴിയില്ല. രജോ ഗുണപ്രധാനികളും വിഷയാസക്തരും അത്യന്തം ക്രോധികളും ധാർമ്മികന്മാരായി നടിക്കുന്നവരുമായ അവർ ഭക്തന്മാരെ പരിഹസിക്കുന്നു. അതേപോലെ സമ്പത്ത്, ഐശ്വര്യം, ശ്രേഷ്ഠകുലത്തിലെ ജനനം, വിദ്യ, ത്യാഗം, സൗന്ദര്യം, ശരീരബലം, വൈദിക കർമാചരണം ഇവയെല്ലാം അവർക്ക് അഹങ്കാരം വളരാൻ മാത്രമാണ് കാരണമായി തീരുന്നത്. വേദങ്ങളുടെ താൽപ്പര്യം കർമ്മമാണെന്ന് തെറ്റിദ്ധരിച്ച അവർ ഭഗവാനെയും ഭഗവാന്റെ പരമഭക്തന്മാരെയും അപമാനിക്കുകയാണ് ചെയ്യുന്നത്. കർമ്മം കൊണ്ട് ഫലം കിട്ടുമെന്നിരിക്കെ ഈശ്വരനെ ആശ്രയിക്കേണ്ട ആവശ്യം എന്താണെന്നാണ് ഇവരുടെ എല്ലാം ചോദ്യം. നമ്മുടെ വേദങ്ങളിൽ പ്രതിപാദിക്കുന്നത് എല്ലാ ജീവജാലങ്ങളിലും എപ്പോഴും ആകാശം പോലെ നിറഞ്ഞ് വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആത്മസ്വരൂപനായ ഈശ്വരനെയാണ്. അതറിയുകയോ അറിയാൻ ശ്രമിക്കുകയോ ചെയ്യാതെ സംസാരത്തിൽ നിന്ന് മനസ്സിനെ നിവർത്തിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആ വേദവാക്യങ്ങളെ പ്രവൃത്തിപരമായി ധരിക്കുകയും പറയുകയും ചെയ്തുകൊണ്ട് അവർ വിഷയാസക്തരായാണ് കഴിയുന്നത്. ജീവന്മാർക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ദുശീലങ്ങൾ മദ്യപാനം, മാംസഭക്ഷണം, സ്ത്രീ സംസർഗം ഇങ്ങനെയുള്ള 3 വിധ ആസക്തികൾ ആത്മസാക്ഷാത്കാരത്തിന് അത്യന്തം തടസ്സങ്ങളാണ്. അപ്പോൾ അവയിൽ നിന്ന് ക്രമേണ നിവർത്തിപ്പിക്കുവാനാണ് സൗത്രാമണിയാഗം, യജ്ഞം, വിവാഹം എന്നിവയെ വേദം വിധിച്ചിരിക്കുന്നത്. ഇനി മദ്യപാനത്തിന് ആസക്തി തോന്നുകയാണെങ്കിൽ സൗത്രാമണിയാഗം ചെയ്ത് അതിലെ മാത്രം സോമം പാനം ചെയ്യുക. ഇനി മാംസഭക്ഷണം കൂടാതെ വയ്യ എന്ന് തോന്നുകയാണെങ്കിൽ യജ്ഞം ചെയ്ത് അതിലെ മൃഗത്തിൻ്റെ മാത്രം മാംസം ഭക്ഷിക്കുക. ഇനി സ്ത്രീ സംസർഗ ആസക്തി ഉപേക്ഷിക്കുവാൻ വയ്യ എങ്കിൽ വിവാഹം ചെയ്ത് സ്വന്തം പത്നിയിൽ മാത്രം ആ ആസക്തിയെ ഒതുക്കി നിർത്തുക. മദ്യം, മാംസം, സ്ത്രീ ശക്തി ഇവയിൽ നിന്ന് നിവർത്തിപ്പിക്കലാണ് വേദത്തിൻ്റെ ഉദ്ദേശം. അതൊന്നും മനസ്സിലാക്കാതെ മറ്റു ശരീരങ്ങളിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആത്മസ്വരൂപനായ ഭഗവാനെ ദുഷിച്ചും സ്വന്തം ശരീരത്തിൽ അഭിമാനം വളർത്തിയും കഴിയുന്നവർ അത് പതിക്കുകയേ ചെയ്യുകയുള്ളൂ. അറിവില്ലാത്തവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. എന്നാൽ വേദ താൽപ്പര്യം തെറ്റായി ധരിച്ച് അതാണ് ശരിയെന്ന് അഭിമാനിച്ചുകൊണ്ട് ജീവിക്കുന്നവരെയാണ് ശരിക്കും ആത്മഹത്യക്കാർ എന്ന് പറയേണ്ടത്. ഈ വൈദിക കർമ്മങ്ങളുടെ പ്രയോജനം ചിത്തശുദ്ധിയുണ്ടാക്കി മനസ്സിനെ ആത്മാഭിമുഖമാക്കി തീർക്കലാണ്. ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന വൈദിക കർമ്മങ്ങൾ മാത്രമേ മനഃശുദ്ധിക്ക് കാരണമായി തീരുകയുള്ളൂ. അതിനാൽ ഈശ്വരനിൽ നിന്ന് വിമുഖന്മാരായവർ ഏതെല്ലാം രൂപത്തിലുള്ള വൈദിക കർമ്മങ്ങൾ ചെയ്താലും വളരെ വിഷമിച്ച് സമ്പാദിച്ചതായ ഗൃഹം, പുത്രന്മാർ, സ്നേഹിതന്മാർ, സമ്പത്ത് മുതലായവയെ
ഈ ലോകത്തിൽ തന്നെ വിട്ട് ഭയങ്കരമായ ആ അജ്ഞാനാന്ധകാരത്തെ പ്രാപിക്കേണ്ടി വരുമെന്നതിൽ സംശയമില്ല. അവസാനമായി വിദേഹ മഹാരാജാവ് ചോദിക്കുന്നത് ഓരോ യുഗങ്ങളിലുമുള്ള ഈശ്വരാരാധനാ സമ്പ്രദായം എന്താണെന്നാണ്. ഇതിന് മറുപടി പറയുന്നത് ഖരഭാജനൻ എന്ന യോഗീശ്വരനാണ്. കൃതയുഗത്തിൽ തപസ്വിയുടെ രൂപത്തിൽ വിളങ്ങുന്ന ഭഗവാനെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കി തപസ്സുകൊണ്ടാണ് ആരാധിക്കുന്നത്. എന്നാൽ ത്രേതായുഗത്തിൽ യജ്ഞസ്വരൂപനായ ഭഗവാനെ യജ്ഞങ്ങളെ കൊണ്ടാണ് ആരാധിച്ചു വരുന്നത്. ദ്വാപരയുഗത്തിൽ ശ്യാമളവർണ്ണത്തോടും മഹാരാജ ചിഹ്നങ്ങളോടും കൂടിയ ഭഗവാനെ വേദത്തിലും തന്ത്രത്തിലും വിധിച്ച പ്രകാരം പൂജിക്കുന്നു. കലികാലത്ത് കൃഷ്ണവർണ്ണത്തോടും ഉജ്ജ്വല തേജസ്സോടും കൂടിയ ഭഗവാനെ സങ്കീർത്തനം കൊണ്ട് സേവിക്കുന്നു. എല്ലാ സങ്കടങ്ങളെയും തീർക്കുന്നതും സർവാഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്നതും മനസ്സിനെ ശുദ്ധീകരിക്കുന്നതും ബ്രഹ്മാദി ദേവശ്രേഷ്ഠന്മാർ പോലും ആശ്രയിക്കുന്നതും ഭക്തന്മാരുടെ ദുഃഖങ്ങളെ നശിപ്പിക്കുന്നതും ശരണാഗതന്മാരെ രക്ഷിക്കുന്നതും സംസാര സമുദ്രത്തെ കടക്കുവാനുള്ള സുരക്ഷിതമായ തോണിയായ അവിടുത്തെ ആ പാതാരവിന്ദങ്ങളെ മഹാപുരുഷനായ ഭഗവാനെ ഞങ്ങളെപ്പോഴും ധ്യാനിക്കുന്നു. ദേവന്മാർ പോലും ആഗ്രഹിക്കുന്ന സമൃദ്ധമായ ആ ഐശ്വര്യത്തെ ഉപേക്ഷിച്ചിട്ടാണല്ലോ ശ്രീരാമാവതാരത്തിൽ അച്ഛൻ്റെ സത്യത്തെ പരിപാലിക്കുവാനായി സാക്ഷാൽ ഭഗവാൻ ശ്രീരാമസ്വാമി ദണ്ഡകാരണ്യത്തിലെ കല്ലിലും മുള്ളിലുമായി നടന്നത്. സീതാദേവിയുടെ ആ അഭീഷ്ടം സാധിപ്പിക്കുവാനാണല്ലോ അവിടുന്ന് മായാമൃഗമായി വന്ന മാരീചൻ്റെ പിന്നാലെ ഓടിയത്. ത്യാഗമൂർത്തിയും പ്രേമമൂർത്തിയുമായ അവിടുത്തെ ആ തൃപ്പാതാരവിന്ദങ്ങളെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. ഈ രൂപത്തിലാണ് കലികാലത്തിലെ കീർത്തനങ്ങൾ. കലിയുഗത്തിൽ ഭഗവാന്റെ ലീലകളുടെയും നാമങ്ങളുടെയും കീർത്തനം കൊണ്ടുതന്നെ സർവാഭീഷ്ടങ്ങളും സാധിക്കുമെന്നതിനാൽ നല്ലതിനെ തിരിച്ചറിയുവാൻ കഴിയുന്ന വിവേകികൾ കലികാലത്തെ ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. സംസാരസാഗരത്തിൽ ചുറ്റിത്തിരിയുന്ന ജീവന്മാർക്ക് സംസാരവാസനകളെ നശിപ്പിച്ച് വളരെ വേഗത്തിൽ പരമശാന്തിയെ പ്രാപിക്കുവാൻ കഴിയും. ഇത് ഭഗവത് കീർത്തനം കൊണ്ടെന്നതിനാൽ കലിയുഗത്തിൽ മനുഷ്യനായി ജനിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു നേട്ടവും ഇല്ല എന്നാണ് പറയുന്നത്. കൃതാതി യുഗങ്ങളിൽ ജീവിക്കുന്നവർ പോലും കലിയുഗത്തിൽ ജനിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നു. അതിനു കാരണം ഈശ്വര ശരണാഗതി അടഞ്ഞ ഭക്തന്മാർ കലിയുഗത്തിൽ ഉണ്ടാവുമെന്നതാണ്. ദ്രാവിഡദേശത്ത് താമ്രപർണി, കൃതമാല, പയസ്സിനി, കാവേരി, പ്രതീജി എന്നീ നദികളുടെ സമീപത്തായിരിക്കും അധികം ഭക്തന്മാരുണ്ടാവുക എത്രേ. അവരോടുള്ള സമ്പർക്കത്താൽ വളരെ വേഗത്തിൽ ഭക്തിയുണ്ടാവും. സർവകർമ്മങ്ങളെയും ഉപേക്ഷിച്ച് സർവാത്മനാ ഭഗവാനെ ശരണം പ്രാപിച്ച ഭക്തൻ വിധി നിഷേധങ്ങൾക്ക് പോലും അതീതനായതിനാൽ അദ്ദേഹത്തിന് പഞ്ചയജ്ഞ ദേവതകളായ ദേവന്മാർ, പിതൃക്കൾ, ഋഷികൾ, മനുഷ്യർ, ഭൂതങ്ങൾ എന്നിവരാരോടും കടപ്പാടുണ്ടാവില്ല. പഞ്ചയജ്ഞങ്ങളാകുന്ന ഹോമം, തർപ്പണം, സ്വാധ്യായം, അതിഥി സൽക്കാരം, ഭൂതബലി എന്നാൽ മൃഗപക്ഷികൾക്ക് ആഹാരം കൊടുക്കൽ എന്നിവയാണ്. അങ്ങനെ ചെയ്യണമെന്നില്ല. കാരണം ഈശ്വര ശരണാഗതിയാണ് ഏറ്റവും ഉത്കൃഷ്ടമായ ആ ഭാഗവത ധർമ്മം. ഇതിൽ മറ്റു ധർമ്മങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. മറ്റു ചിന്തകളെല്ലാം അകറ്റിക്കൊണ്ട് എപ്പോഴും ഈശ്വരനെ തന്നെ ഭജിച്ചു കൊണ്ടിരിക്കുന്നൊരു ഭക്തന് അറിയാതെ വല്ല പാപവാസനകൾ സംഭവിച്ചാൽ പോലും സദാ ഹൃദയത്തിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഭഗവാൻ അവയെ ഉടനെ തന്നെ നശിപ്പിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഖരഭാജന യോഗീശ്വരൻ തൻ്റെ ഈ ഉപദേശത്തെ അവിടെ ഉപസംഹരിച്ചു. ഇതാണ് നാരദമുനി വസുദേവരോട് പറയുന്ന നവയോഗികളുടെ കാര്യം. ഈ ഭാഗവത ധർമ്മത്തെ കേട്ട് കൃതാർത്ഥനായി തീർന്ന നിമി മഹാരാജാവ് ഭക്തിപൂർവം പൂജിച്ചു അവരെ. അതിനുശേഷം ആ 9 സിദ്ധന്മാരും അന്തർധാനം ചെയ്തു. വിദേഹരാജാവ് ആ ഭാഗവത ധർമ്മങ്ങളെ ആചരിച്ച് പിന്നീട് മുക്തനായി തീരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വസുദേവ, അങ്ങേക്കും ഈ ഭാഗവത ധർമാനുഷ്ഠാനത്തിലൂടെ നിസ്സംഗനായി തീർന്ന് പരമശ്രേയസിനെ പ്രാപിക്കുവാൻ കഴിയും. അങ്ങയുടെയും ദേവകിയുടെയും പുത്രനായി ഭഗവാൻ അവതരിച്ചതിനാൽ നിങ്ങളുടെ കീർത്തി കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുകയാണ്. പുത്രസ്നേഹത്തിലൂടെ ഭഗവാനെ കാണുക, സ്പർശിക്കുക മുതലായ വ്യവഹാരങ്ങളിൽ തന്നെ
നിങ്ങളുടെ ജീവിതം ശുദ്ധമായി തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ശത്രുഭാവത്തിൽ സ്മരിച്ചിരുന്ന ശിശുപാലൻ, സ്വാലുവൻ, പൗണ്ഡ്രകൻ മുതലായവർ പോലും മുക്തരായ സ്ഥിതിക്ക് സ്നേഹത്തോടെ എപ്പോഴും കൃഷ്ണനെ ഓർമ്മിക്കുന്ന നിങ്ങൾ മുക്തരാവുമെന്നതിന് വല്ല സംശയവുമുണ്ടോ? സർവാത്മാവും സർവേശ്വരനും മായ കൊണ്ട് ഈശ്വര തത്വത്തെ മറച്ച് മനുഷ്യഭാവത്തിൽ വിളങ്ങുന്നവനുമായ ഭഗവാനെ പുത്രഭാവത്തിൽ മാത്രം കാണാതെ ബ്രഹ്മഭാവത്തിൽ കൂടി ബോധിക്കുവാൻ ശ്രമിക്കൂ. ഇപ്രകാരം ഉപദേശിച്ച് വസുദേവരെ അനുഗ്രഹിച്ചതിനു ശേഷം യാത്ര പറഞ്ഞ് നാരദമുനി യാത്രയായി. ഭാഗവത ധർമ്മത്തെ ധരിച്ചാചരിക്കാൻ കഴിഞ്ഞ വസുദേവരും ദേവകിയും അവരുടെ ശരീരാഭിമാനമാകുന്ന ആജ്ഞാനത്തെ അകറ്റി കൃതാർത്ഥരാവുകയും ചെയ്തു. ഈ മഹാഭാഗവത ധർമ്മത്തിലൂടെ നമ്മൾക്കും ആചരിക്കാം ഇതെല്ലാം. ഇത് നമ്മൾക്കും കൂടി ഉള്ളതാണ്. എല്ലാവർക്കും ആ സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ ഗുരുവായൂരപ്പാ ശരണം.